ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ശ്രീമദ് ഹനുമത് സമേതായ ശ്രീ രാമചന്ദ്രായ നമ. ഓം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീത ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. രാമായണം വാൽമീകിയാൽ എഴുതപ്പെട്ടത് കഥ പോലെ പറഞ്ഞു വരുന്നു. ഇപ്പം അതിൽ 19 ഭാഗം നമ്മൾ പറഞ്ഞു. ഇനി 20ാമത്തെ ഭാഗമാണ്. വസിഷ്ഠൻ്റെ ബ്രഹ്മ തേജസ് കണ്ട് വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആ രംഗമാണ് ഇനി പറയുന്നത്. വസിഷ്ഠൻ്റെ കാമധേനുവാൽ വളരെയധികം ആഹാരം ഉൾപ്പെടെയുള്ള പലതും സൈന്യങ്ങൾക്ക് പോലും മുഴുവനായിട്ട് കൊടുത്തതായിട്ടുള്ള ഈ ഒരു കഴിവ് ഇതെങ്ങനെ കിട്ടി? കാമധേനുവിൻ്റെ മാത്രമല്ല, വലിയ സൈന്യം, അതിനെ മുഴുവൻ ഈ വസിഷ്ഠൻ തോൽപ്പിച്ചു. അനവധി വിശിഷ്ട അസ്ത്രശസ്ത്രങ്ങളെ മുഴുവൻ നിർവീര്യമാക്കി. അതൊക്കെ ബ്രഹ്മതേജസ്സാണ് അതിന് കാരണം. ക്ഷാത്രതേജസ്സിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ തപസ് ചെയ്യുകയാണ്. മഹാദേവനെ തപസ് ചെയ്തിട്ട് കുറേ കിട്ടിയതാണ് പ്രയോഗിച്ചത്, അതുപോലും നേരെയില്ല. അപ്പോൾ വീണ്ടും തപസ് ചെയ്യുകയാണ്. വിശ്വാമിത്ര മഹർഷി തൻ്റെ കഥ ശ്രീരാമനോട് പറയുകയാണ്. സീതാ സ്വയംവരത്തിന് മുന്നേ ആയിട്ട് മിഥിലേക്ക് എത്തണേയുള്ളൂ. ആ സമയത്താണ് വസിഷ്ഠനുമായിട്ട് ഇത്രയും കൂടുതൽ വൈരം ഉണ്ടായപ്പോൾ നമ്മളൊക്കെ വൈരുണ്ടായാൽ പ്രതികാരം ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തൻ്റെ കുറവിനെ നികത്താൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ മത്സരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. വസിഷ്ഠനും ഇതിന് യാതൊരുവിധ ആലോചിയും ഉണ്ടായിട്ടില്ല. വിശ്വാമിത്ര മഹർഷി ബ്രഹ്മർഷിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരേപോലെ തുല്യം എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചു. അതാണ് ബഹുമാനിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഭാഗവതത്തിലും ധാരാളം കഥാപാത്രങ്ങളുണ്ട്. അച്ഛനും മകനും ആയാലും ഭാര്യയും ഭർത്താവും ആയാലും ഗൗതമൻ അഹല്യയെ സ്വീകരിച്ചത് ഏറ്റവും നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു പൂർവ്വ വൈരാഗ്യം അവിടെ ഇല്ല എന്ന് സാരം. ഇപ്പോൾ വീണ്ടും വീണ്ടും ഈ ഒരു സ്മരണ, തന്നേക്കാൾ മീതെയാണല്ലോ വസിഷ്ഠൻ, ബ്രഹ്മതേജസ്സല്ലേ കാരണം. അപ്പോൾ അതിന് തപസ് ചെയ്യാതെ കണ്ട് പറ്റില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് പത്നിയോടൊപ്പം കൈലാസത്തിലേക്ക് പോയിന്ന, കൈലാസത്തിലേക്കല്ല ദക്ഷിണ ദിക്കിലേക്ക് പോയിന്ന, അതിഭയങ്കരമായിട്ടുള്ള തപസ് ചെയ്തു പിന്നീട്. അപ്പോൾ സാധാരണ വടക്കോട്ടാണ് തപസ് ചെയ്യാൻ പോവുക. ഇവിടെ തെക്കോട്ട് പോയി എന്നാണ് പ്രത്യേകം പറയുന്നുണ്ട്, ദക്ഷിണ ദിക്കിലേക്ക്. അപ്പോൾ സ ദക്ഷിണാം ദിശാം ഗത്വാ മഹിഷ്യാ സഹ രാഘവ തഥാപ പരമം ഘോരം വിശ്വാമിത്രോ മഹാതപാഹ. അങ്ങനെയാണ്. അതേപോലെ തപസ്സിൻ്റെ ഒരു തീക്ഷ്ണത വർണ്ണിക്കണു. ഫലമൂലങ്ങൾ മാത്രം ആദ്യം ഭക്ഷിച്ചിട്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ട്, അതേപോലെ സത്യധർമ്മ പരായണരായിട്ടുള്ള ഈ മഹർഷിമാരൊക്കെ അവരുടേതായിട്ടുള്ള എല്ലാം അവർ സാധാരണഗതിയിൽ തപസ് ചെയ്യുമ്പോൾ ഗൃഹസ്ഥ ജീവിതം നയിച്ചും കൊണ്ടാണ്. തപസ് ചെയ്യുമ്പോൾ ഭാര്യയൊന്നും ഉണ്ടായാൽ പറ്റില്ല എന്ന് പറയണവരാണ് നമ്മൾ. അതെന്താ വെച്ചാൽ നമുക്ക് വികാരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ്. വിശ്വാമിത്ര മഹർഷി ആ സമയത്ത് ഭാര്യയും കൊണ്ടാണ് പോയത്. സന്താനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഹവിഷ്യന്തൻ, മധുഷ്യന്തൻ, ദൃഢനേത്രൻ, മഹാരഥൻ, അങ്ങനെ ധാരാളം കുട്ടികളുണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ അനവധി വർഷങ്ങൾ തപസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെയാണോ എന്നുള്ള ചോദ്യമില്ല. പക്ഷേ ത്രിമൂർത്തികളും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ബ്രഹ്മാവ് ആദ്യം വന്നു. എന്നിട്ട് തപോധനനോട് പറഞ്ഞു, അതായത് തപസ് ധനമാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കിനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വിശ്വാമിത്രനോട് മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് പറഞ്ഞു എന്നാ. അങ്ങ് രാജർഷിയായിരിക്കുന്നു, കുശികാത്മജ, ഗാധിജ,
പാരമ്പര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് അങ്ങിപ്പോൾ രാജർഷിയായിരിക്കണോ, ഇനി എന്തിനാ തപസ് എന്നാണ്. അപ്പോൾ രാജർഷി ആയത് ശരി, പക്ഷെ അത് പോരാന്നാ. ആ മഹാ തേജസ്, തപസ് ചെയ്തതിൻ്റെ ഒരു തേജസ്, അത് ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ബ്രഹ്മാവ് എല്ലാ അർത്ഥത്തിലും 3 ലോകങ്ങളെയും കീഴടക്കാനുള്ള കഴിവിനെ ഈ തപസ്സിൻ്റെ ഫലമായിട്ട് വിശ്വാമിത്രന് കൊടുത്തിട്ടും വിശ്വാമിത്രൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലജ്ജിച്ചു. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിയായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലേ. ബ്രഹ്മാവ് ഞാൻ ഉണ്ടാക്കിയ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിയായിട്ട് അങ്ങിരുന്നോളൂ, ത്രിലോക അധിപതിയായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഇന്ദ്രപദവി അതെ, അതാ ആർക്ക് വേണം? ഇന്ദ്രൻ്റെ ഗുരുസ്ഥാനത്താണ് ഈ ബ്രഹ്മർഷിയായിട്ടുള്ള വസിഷ്ഠൻ ഇരിക്കണതേ. എത്ര ഇന്ദ്രന്മാരെ വേണിച്ചാൽ ഈ 14 മന്വന്തരങ്ങളിൽ 14 ഇന്ദ്രന്മാരുണ്ട്. അവരൊക്കെ ഇതേ വസിഷ്ഠനാണ് ഗുരുസ്ഥാനത്ത് ഇരിക്കണത്. എനിക്ക് ആ സ്ഥാനം കിട്ടണം, അല്ലാണ്ട് ഒരു ഇന്ദ്രപട്ടം കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ ഇന്ദ്രപട്ടത്തിൻ്റെ ഈ ലഘുത്വം മനസ്സിലാക്കിയിട്ടാണ് ചെറിച്ചത്, അല്ലാണ്ട് വെറുതെ അല്ല. നമുക്കത് അറിയില്ല, നമുക്ക് സ്വർഗത്തിലെത്തിയാൽ മതി. അതാണ് വ്യത്യാസം. അപ്പോൾ ലജ്ജ കൊണ്ട് തല കുനിച്ചു ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. അപ്പോൾ തന്നോട് തന്നെ കോപം വന്നു. അത് എങ്ങനെയാണ് തടുക്കേണ്ടതെന്ന് ശല്യാണ്ടി ചെയ്യുന്ന. ഇത്രയും വലിയ തപസ് ചെയ്തിട്ടും വെറുതെ ഒരു രാജർഷിയായിട്ട് എന്നെ അറിയപ്പെട്ടുവല്ലോ. ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ബ്രഹ്മാവ് ഇങ്ങനെയാണല്ലോ എന്നെ കണക്കാക്കിയത്. അപ്പോൾ എൻ്റെ മനസ്സ് ശരിയായിട്ടില്ല, എൻ്റെ തപസ് അപൂർണ്ണമാണ്. ദേവന്മാർ, ഋഷികൾ എല്ലാവരും ഒരേപോലെയാണ്. ഇങ്ങനെയുള്ള ഈ സുഖത്തെ ആശ്രയിക്കാം. അപ്പോൾ ഞാൻ അത്തരക്കാരനായാൽ പറ്റില്ല, എനിക്കത് പറ്റില്ല, എനിക്കത് പോരാ. വസിഷ്ഠനെ പോലെ എനിക്ക് അത്രയും ഉയരാൻ സാധിക്കണം, രാജർഷി പോലെ ബ്രഹ്മർഷി ആവണം. ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും, അപ്പോൾ ബ്രഹ്മാവ് വന്നു, അനുഗ്രഹിച്ചു, പോയി. അതൊക്കെ ശരി, അതൊന്നും അവിടെ വിഷയമല്ല, അതൊന്നും ഇവിടെ കാര്യമില്ല. വീണ്ടും അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തു എന്നാ. അപ്പോൾ ജിതേന്ദ്രിയനാണ്, സത്യവാദിയാണ്. അങ്ങനെ തപസ് ഗൃഹസ്ഥനായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ മറ്റൊരു തപസ് ചെയ്തിട്ടുണ്ട്. ആ തപസ്സിൻ്റെ ഫലം എത്രയോ വെച്ചാൽ നിശ്ചല. അത് ദേവിഭാഗവതം പ്രത്യേകം പറയേണ്ട. 12 കൊല്ലം അതികഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ഈ ശ്വപജൻ്റെ നായാടിയുടെ ആഹാരം, നായ വേവിച്ചതായിട്ടുള്ള ആ മാംസം രാത്രി ചെന്നിട്ട് ആ കുടിലിൽ പോയിട്ട് കട്ടെടുത്തിട്ട് അത് ആഹരിച്ച് ശരീരം നിലനിർത്തിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഈ വിശ്വാമിത്രൻ ശരീരത്തെ നിലനിർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മർഷിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാലത്താണ് ഈ ത്രിശങ്കുവിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ത്രിശങ്കുവിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായി. ഈ വസിഷ്ഠൻ്റേതായിട്ടുള്ള ചില ശാപങ്ങളൊക്കെ കിട്ടി. 3 മുഴ. ഒന്ന്, വസിഷ്ഠൻ്റെ പശുക്കുട്ടിയെ വധിച്ചപ്പോൾ അതൊരു ബ്രഹ്മഹത്യാപാപമായിട്ട് മാറി. പിതാവിൻ്റെ, രാജാവിൻ്റെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു മുഴയാണ്. അരുണൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അതൊരു വലിയ ദോഷമാണ്. അതേപോലെ തന്നെ വസിഷ്ഠൻ്റെ ശാപം കിട്ടി, ബ്രാഹ്മണ ശാപം. അപ്പോൾ അതൊക്കെ 3 മുഴകളായിട്ട് അവിടെ ഇരിക്കേണ്ടതെന്ന് മുഴച്ച് നിൽക്കുകയാണ് ഈ ശാപേ ത്രിശങ്കുവിന്. അപ്പോൾ ത്രിശങ്കുവിന് യാഗം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ അതിപ്പോൾ ഉടലോടെ സ്വർഗത്തിൽ പോകണമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ അതുമല്ല, കുറച്ചൊരു പിശാചഭാവമായിട്ടുണ്ട്, കുഷ്ഠമൊക്കെ വന്നിട്ടുണ്ടെന്നാണ്, പലതും ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം തപസ് ചെയ്തിട്ട് കുറച്ച് തപസ് ചെയ്തിട്ടുള്ളൂ, എങ്കിലും അമ്മയെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഒരു ബ്രഹ്മാവസ്ഥയിലുള്ള ഒരു ഈശ്വരഭാവത്തെ കണ്ടു എന്ന് സാർ, അമ്മയെ കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടും ആയില്ല, സ്വർഗത്തിലേക്ക് എത്താനുള്ള ആ ഒരു യോഗ്യത കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് വീണ്ടും ഈ വസിഷ്ഠൻ പറഞ്ഞത്, അങ്ങക്ക് ഉടലോടെ സ്വർഗത്ത് പോകാൻ സാധിക്കില്ല, മരിച്ചതിൻ്റെ ശേഷം ഞാൻ അങ്ങോട്ട് ആക്കിത്തരാം എന്ന് പറഞ്ഞതാണ്. അത് കൂട്ടാക്കിയില്ല ത്രിശങ്കു. അപ്പം അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പരമഭാസുരായിട്ടുള്ള 100 വസിഷ്ഠ പുത്രന്മാരെയും തേജസ്വിയായിട്ട് വസിഷ്ഠൻ്റെ പുത്രന്മാരെ ത്രിശങ്കു കണ്ടു എന്നാ. ഗുരുപുത്രരായിട്ടുള്ള മഹാത്മാക്കളെല്ലാം ഈ യാഗം ചെയ്യാൻ പ്രാപ്തരാണ്. വസിഷ്ഠൻ നിഷേധിച്ചപ്പോൾ എന്നാൽ ഗുരുപുത്രന്മാർ ചെയ്യുമോ എന്ന്
സംശയിച്ചുകൊണ്ട് അവരെ സമീപിച്ചു ത്രിശങ്കുവെ. അപ്പോൾ കുറച്ച് ലജ്ജിച്ചുകൊണ്ട് ആ ത്രിശങ്കു പറഞ്ഞു, നിങ്ങളെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ഈ നിങ്ങളുടെ അച്ഛൻ എന്നെ നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാഗം ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അതിന് എന്താ വേണ്ടച്ചാൽ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുപുത്രന്മാരെയും ഞാൻ ഇതേപോലെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മുഴുവൻ ചെയ്യാമെന്ന്, കീഴ്പ്പെടാമെന്ന്, ഈ ആഗ്രഹം സാഫല്യമാക്കാൻ നിറവേറാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടച്ചാൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാലും അവരൊന്നും ഈ സശരീരത്തോടു കൂടിയിട്ട് ദേവലോകത്തിലേക്ക് പ്രാപിക്കാനുള്ള അത് കൂട്ടാക്കിയില്ല, യാഗം ചെയ്യാൻ വേണ്ടി കൂട്ടാക്കിയില്ല. അപ്പോൾ വസിഷ്ഠഗുരു നിരാകരിച്ചതായിട്ടുള്ള ഒരാളെ ഈ ഗുരുപുത്രരായിട്ടുള്ള അവരൊന്നും എനിക്ക് സഹായിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആരും ഇതിന് കഴിവുള്ളവരായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് എനിക്ക് ആകെ ഒരാശ്രയമുള്ളത് എന്ന് വിശ്വാമിത്രനോട് തൻ്റെ ദുഃഖങ്ങളെ മുഴുവൻ ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് യാഗം ചെയ്യാൻ ആഗ്രഹിച്ചത്. അത് അർഹതയില്ലാത്ത ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി തടുത്തത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പുത്രന്മാരും അതിനെ കൂട്ടാക്കാത്തത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ജ്ഞാനിയായിട്ടുള്ള പുരോഹിതനായിരുന്നു എന്നും ഇക്ഷ്വാകുകൾക്ക് ആശ്രയം. അതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷം നിങ്ങളാണല്ലോ ഈ ദൈവജ്ഞത അല്ലെങ്കിൽ ഈശ്വരൻ്റേതായിട്ടുള്ള എന്താണോ അത് സ്വീകരിച്ച് കൊടുക്കുക. അതാണ് വിപ്രൻ്റെ ധർമ്മം, അതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് നിങ്ങളാണല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവിടെ അവസാനിപ്പിച്ചത്. ഇക്ഷ്വാകൂണാം ഹി സർവേഷാം പുരോധ പരമാഗതി തസ്മാത് അനന്തരം സർവേ ഭവന്തോ ദൈവതം മമ. ത്രിശങ്കു പറയുന്ന വാക്കാണ്. എനിക്ക് നിങ്ങളല്ലാതെ കണ്ട് വേറൊരാളും ഈ ആശ്രയിക്കാനില്ല, നിങ്ങളിത് ചെയ്ത് തരുന്നേ വേണമെന്ന് പറഞ്ഞതാ. പിന്നീട് ഈ 58-ാമത്തെ സർഗം തുടങ്ങുകയാണ്. രാമനോട് വിശ്വാമിത്രൻ പറയണു, ത്രിശങ്കുവിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഋഷിപുത്രന്മാരും കുറച്ച് ശുണ്ഠിയെടുക്കുകയാണ് ചെയ്തത്. ഈ സത്യവാദിയായിട്ടുള്ള ഗുരു നിരാകരിച്ചതായിട്ടുള്ള ദുർബുദ്ധിയായിട്ടുള്ള ത്രിശങ്കു, ആ ത്രിശങ്കുവിനോട് പറയുകയാണ്, വേറെ ഒരു ആശ്രയത്തെ കണ്ടോളൂ, ഞങ്ങളൊന്നും അത് ചെയ്തു തരില്ല. മാത്രമല്ല ഇക്ഷ്വാകുകൾക്കും കുലത്തിൻ്റെ ആചാര്യൻ തന്നെയായിട്ടുള്ള ഈ വസിഷ്ഠ മഹർഷി, അതേപോലെ സത്യവാദിയായിട്ടുള്ള ഈശ്വര അനുഗ്രഹം കിട്ടിയതായിട്ടുള്ള ഈശ്വര തുല്യനായിട്ടുള്ള ദേവന്മാർക്കും ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ വാക്കിനെ നിരാകരിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. അതുകൊണ്ട് വസിഷ്ഠ മഹർഷി വയ്യ എന്ന് പറഞ്ഞത് തീർത്തും നിഷേധിച്ചതായിട്ടൊരു കാര്യം ഞങ്ങളെങ്ങനെയാണ് ചെയ്തു തരാം, അത് ഞങ്ങൾ ചെയ്തു തരില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ഈ ആഗ്രഹം അത് തെറ്റാണ്, ബാലിശമാണ്. അതുകൊണ്ട് അങ്ങ് എവിടേക്കാച്ചാൽ പോയിക്കോളൂ, ഈ കാട്ടിൽ നിൽക്കുകയേ വേണ്ട. ഒരു കാട്ടിലാണ് ആ സമയത്ത്. ഭഗവാൻ ഈ 3 ലോകങ്ങൾക്കും സുഖം കിട്ടുവാൻ വേണ്ടിയിട്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞ ഈ യാഗം ചെയ്യാൻ ഞങ്ങൾ അശക്തരാണ്. അതേപോലെ വസിഷ്ഠനെ അപമാനിക്കുക എന്നത് ഞങ്ങൾ ആരും ചെയ്യില്ല. അതുകൊണ്ട് അവരുടെ ഈ കുറച്ചൊരു ശുണ്ഠിയെടുത്തുള്ള ക്രോധം ഉള്ളതായിട്ടുള്ള ഈ വാക്കുകൾ കുറച്ചൊരു വിഷമായി തീർന്നു. ഭഗവാൻ വസിഷ്ഠനും അപ്രകാരം തന്നെ ഗുരുപുത്രന്മാരായിട്ടുള്ള ഭവാന്മാർക്കും നിങ്ങളും ഇങ്ങനെ എന്നെ നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് എന്ത് വേണം എന്നുള്ളത് അറിയില്ല, ഞാൻ വേറെ വഴി നോക്കിക്കൊള്ളാം എന്ന് ത്രിശങ്കു ആ വസിഷ്ഠൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരോടും പറഞ്ഞു. അപ്പോൾ ഒരു ബ്രാഹ്മണ നിഷേധം അവിടെ ത്രിശങ്കുവിൽ നിന്ന് വന്നു. ഈ നിഷേധം അങ്ങോട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും തപോധന്മാരോട് പറയാണ്, സ്വസ്തി, നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് അവജ്ഞയെ മുഴുവൻ ത്രിശങ്കു പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് കേട്ടു നിൽക്കാൻ ഈ വസിഷ്ഠൻ്റെ പുത്രന്മാർക്കോ ശിഷ്യന്മാർക്കോ സാധിച്ചില്ല. അവരെ ശുണ്ഠിങ്ങനെ നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെ തണുപ്പിക്കാൻ സാധിച്ചില്ല ത്രിശങ്കുവിനെ. അപ്പോൾ ശപിച്ചു. എന്താണ്? നീ ചണ്ടാളനായിട്ട് പോകട്ടെ എന്നാണ്. ശേപു പരമസംക്രുദ്ധാഹ
ചണ്ടാളത്വം ഗമിഷ്യസി, ചണ്ടാളഹ ത്വം ഗമിഷ്യസി, അതാണ് വാക്ക്. ശാപത, നിങ്ങൾ ചണ്ടാളനാവട്ടെ. വസിഷ്ഠൻ്റെ മക്കളും ശിഷ്യന്മാരും കൂടിയിട്ട് ഈ ത്രിശങ്കുവിനെ ശപിച്ചു. ഇപ്പോൾ ഈ കഥയൊക്കെ ത്രിശങ്കു വിശ്വാമിത്രനോട് പറയുന്നതാണ്. അങ്ങനെ ശപിച്ചു കഴിഞ്ഞപ്പോൾ ത്രിശങ്കു അവിടെ നിന്ന് പോന്നു. ഇവരവരുടെ ആശ്രമത്തിലേക്ക് പോയി. രാത്രി ആയില്ല, അതിൻ്റെ മുന്നേ എല്ലാവിധ ലക്ഷണങ്ങളും കണ്ടു എന്നാണ്. ചണ്ടാളത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. കുഷ്ഠം ബാധിച്ച പോലെയാണ്. നീലവസ്ത്രധാരിയായി, ആള് നീല നിറായി, മുടിയൊക്കെ കൊഴിഞ്ഞു. ചുടലയിലുള്ള ഈ റീത്ത് വെച്ചിട്ടുള്ള മാലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് പിന്നീട് അണിഞ്ഞത്. ആ ഭസ്മം ഒക്കെയാണ് പിന്നെ പൂശിയത്. ഇരുമ്പ് കൊണ്ടുള്ള ആഭരണങ്ങളായിട്ട് മാറി ഈ സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊക്കെ. എല്ലാ മന്ത്രിമാരും സ്വതേ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒഴിഞ്ഞു. പൗരന്മാർ ഒക്കെ ഇദ്ദേഹത്തിനെ അനുകൂലിച്ചവരൊക്കെ വിരൂപരായിട്ട് മാറി. ഇദ്ദേഹത്തിനെ ഒഴിവാക്കിയവരൊക്കെ അതേ സ്ഥാനത്ത് തന്നെ നിലനിന്നു. ഇങ്ങനെ പലരും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചണ്ടാളരൂപിയായിട്ടുള്ള ശാപഗ്രസ്തനായിട്ടുള്ള ത്രിശങ്കുവിനെ ഉപേക്ഷിച്ച് അവരവരുടേതായിട്ടുള്ള സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കായി, എല്ലാവരും പോയി. ഈ ത്രിശങ്കു ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖിച്ചു. ആരാ ഇനി തന്നെ സഹായിക്കാണ്ടാവുക? ത്രിശങ്കുവിൻ്റെ ആ ഒരവസ്ഥയിൽ നിന്ന് വീണ്ടും ഒരു 3 മുഴയും കൂടി ഉണ്ടായിട്ടുണ്ട്. 6 മുഴപ്പുണ്ട് അദ്ദേഹത്തിന്. ത്രിശങ്കു എന്നേ പറയാറുള്ളൂ എന്നേ ഉള്ളൂ. ശംഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴയാണ്, മുഴച്ച് നിൽക്കുക. ഈ ശാപമാണ് മുഴച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രാകൃത ഭാവം മുഴുവൻ തോന്നി. അതാണ്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ വിശ്വാമിത്രൻ. ഇവിടെ വന്ന സമയത്ത് ഇദ്ദേഹത്തിനെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വിശ്വാമിത്രൻ്റെ പത്നി പറഞ്ഞിട്ട് അറിയാൻ കേട്ടോ. കാരണം ഈ സത്യവ്രതൻ എന്നായിരുന്നു ത്രിശങ്കുവിൻ്റെ പേര്. ഈ വിശ്വാമിത്രൻ തപസ്സിന് പോയ കാലത്ത് മഴ ഉണ്ടായിരുന്നില്ല, ആഹാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും കാലം കാട്ടിൽ ഈ സത്യവ്രതനാണ് വിശ്വാമിത്രൻ്റെ ഭാര്യയും 3 കുട്ടികളെയും സംരക്ഷിച്ചായിരുന്നത്. ഊണ് കഴിക്കാനില്ലാതെ കണ്ട്, ആഹാരം കഴിക്കാനില്ലാതെ കണ്ട് നടുക്കലത്തെ പുത്രനെ വിൽക്കാൻ വേണ്ടിയിട്ട് നിന്നതാ വിശ്വാമിത്രൻ്റെ ഭാര്യ. അത് കണ്ട് ദയ തോന്നിയിട്ട്, ആരും പ്രത്യേകിച്ചൊന്നും നിർബന്ധിക്കാതെ കണ്ട് തന്നെ ഇന്ന ആളാന്ന് അറിഞ്ഞുകൂട്ടാണോ ചോദിച്ചാൽ അറിയില്ല, അങ്ങനെയാണ്. ആ സ്ത്രീയെയും മക്കളെയും എല്ലാ ദിവസവും ആഹാരം കൊടുത്തുകൊണ്ട് സംരക്ഷിച്ചു എന്നാ. അപ്പം അതിനൊരു പ്രത്യുപകാരം ചെയ്യണം. അത് ഭാര്യ പറഞ്ഞിട്ട് ഈ വിശ്വാമിത്രൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ കഥകളൊക്കെ കേൾക്കണത്. അപ്പോൾ ത്രിശങ്കുവിൻ്റെ ഈ വിഷമം ഇത് എങ്ങനെയാണ് പരിഹരിക്കുക? അപ്പോഴേക്കും ഇവിടെ വിശ്വാമിത്രൻ ഈ വസിഷ്ഠനോടുള്ള വിദ്വേഷം കുറച്ച് ലേശം അധികമായിട്ട് വരാൻ തുടങ്ങി. പല പല കാര്യങ്ങളും അദ്ദേഹം വിശ്വാമിത്രൻ വിചാരിച്ച് നടക്കണമില്ല, വസിഷ്ഠൻ വിചാരിച്ച് നടക്കണമുണ്ട്. തപസ്സിൻ്റെ പോരായ്മയാണ്, സ്വയം വിശകലനം ചെയ്യണമൊക്കെ ഉണ്ട്. എന്നാലും തപസ്സിൻ്റെ ഫലങ്ങൾ കുറേ കയ്യിലുണ്ട്. ഇനി വരം ആയിട്ട് കുറേ ഉണ്ട്, ഡെപ്പോസിറ്റ് കുറേ ഉണ്ട്. അപ്പോൾ ചണ്ടാളത്വം പ്രാപിച്ചതായിട്ടുള്ള ഈ ത്രിശങ്കു വിശ്വാമിത്രനെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്നെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ജാതി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഒരു സംശയം, ഗുരുവിനാലും ഗുരുപുത്രന്മാരാലും നിരാകരിക്കപ്പെട്ടതായിട്ടുള്ള എന്നെ അങ്ങ് സഹായിച്ചാൽ അത് പ്രശ്നാവലി, അങ്ങക്ക് സഹായിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചില വിപരീതങ്ങളും സ്വതവേ സംശയം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ്ടായി. അതായത് ആത്മഗതം പോലെയെന്ന് പറയാമതല്ല വെച്ചാൽ വിശ്വാമിത്രനെ നിഷേധിക്കല്ല, ആ ഒരു രീതിയിലാണ്. എങ്ങനെയായാലും ഉടലോടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. 100 യാഗം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫലം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അസത്യമൊന്നും പറഞ്ഞില്ല, സത്യവ്രതനാ. പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ വസിഷ്ഠ മഹർഷിയുടെ കാമധേനുവിൻ്റെ മറ്റേ പുത്രി അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റും പലതും ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ക്ഷാത്രധർമ്മത്തെ ഞാൻ ഇപ്പോൾ ഇതാ ഉറപ്പിച്ച് പറയുകയാണ്, എന്ത് ആപത്തിൽപ്പെട്ടാലും ഞാൻ അസത്യം പറയൂല. യജ്ഞങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, അതൊക്കെ ധർമ്മനീതിക്ക് അനുസൃതമായിട്ടാണെന്ന് എൻ്റെ നീതിക്ക് അനുസരിച്ച് ഞാൻ എന്താ വിശ്വസിക്കുന്നു, പാലിച്ചിട്ടുണ്ട്. ആചാര്യന്മാരെ അതേപോലെ ബ്രാഹ്മണരെയൊക്കെ ഞാൻ സ്വതേ അനവധി സന്തുഷ്ടരാക്കിയിട്ടുണ്ട്. വസിഷ്ഠ ഇപ്രകാരത്തിൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. എങ്കിലും
അപ്പോൾ ധർമ്മമാർഗത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല, യജ്ഞം അനുഷ്ഠിക്കാനുള്ള ആ ഒരു യോഗ്യത എനിക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വസിഷ്ഠ ഗുരു ഇപ്രകാരത്തിൽ ഈ ചുണ്ടിയെടുത്തു എന്നുള്ളത് ശരിയാണ്. എങ്കിലും എനിക്ക് ഇപ്പോൾ ഈ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചണ്ടാളത്വമാണ് ഇപ്പോഴേ. അപ്പോൾ ഇത് എൻ്റെ പൗരുഷം അത് ദേവന് ഹിതമല്ല എന്നും ഞാൻ തന്നെ എൻ്റെ ജീവന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ജീവിതം നിരർത്ഥകമായി, ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ദുഃഖത്തിലാണ്. ദൈവവിധിക്കനുസരിച്ചാണ് ഞാൻ നടക്കുന്നത്. ഇതിനെ എങ്ങനെയാ ഗതി മാറ്റാൻ സാധിക്കുക? ദൈവം കർമ്മത്തിനനുസരിച്ചാണല്ലോ ഫലം തരിക. അതാണല്ലോ എൻ്റെ ഒരു വിധി. അതാണല്ലോ വിധി എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാവ് വിധിക്കണതാ. അപ്പോൾ ഈ എൻ്റെ ദുഃഖത്തിന് സാധാരണഗതിയിൽ ഒരു സുഖം കിട്ടാനുള്ളൊരു കാര്യം ഇപ്പോൾ കാണാനില്ല. സുഖം കിട്ടാനുള്ള ഒരു മാർഗത്തെ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ വിശ്വാമിത്രനോട് പറയാണ്, ഇത് അങ്ങേക്ക് സുഖമായിട്ട് അങ്ങ് കഴിഞ്ഞോളൂ, ഞാൻ കൂട്ടിയാൽ അല്ല എനിക്ക് അങ്ങനെ നേരെയാക്കി തരാൻ പറ്റുമോ? സംശയമാവും. ഇനി ഒരു ജീവൻ ശരീരത്തിലിരുന്നു കൊണ്ട് അനവധി പ്രയത്നങ്ങൾ ചെയ്യുന്നത് ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ, ദുർവിധികളെ ഇല്ലാണ്ടാക്കാൻ, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് അത് പ്രാർത്ഥിച്ചോളൂ. യാഗമൊക്കെ ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ മനസ്സില്ല. എന്നാ അന്യാം ഗതിയും ഗമിഷ്യാമി നാന്യ ശരണമസ്തിമേ ദൈവം പുരുഷകാരണ നിവർത്തയതും അർഹസി. അതല്ലാതെ കണ്ട് ഒരു മാർഗമുണ്ട് തോന്നില്ല. കർത്തും അർഹസി ഭദ്രന്തേ ദൈവോപഹത കർമ്മണ. അപ്പം അതുകൊണ്ട് വിശ്വാമിത്രനോട് പറയുകയാണ്, വെച്ചാൽ ഈ വസിഷ്ഠന് തരാവാത്തത് വിശ്വാമിത്രൻ ചെയ്യാൻ കൂട്ടിയാൽ പറ്റും എന്നുള്ളത് വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ആഗ്രഹമില്ല എന്നിട്ടോ അത് നടത്താതെ ഒരു അത്യധികമായിട്ടുള്ള താല്പര്യമില്ലായിട്ടും അല്ല, സാധിക്കുമോ നിശ്ചയില്ലാത്തതുകൊണ്ട് ഒരു ദൃഢവിശ്വാസമില്ല. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് പറ്റിയതാ. ഇങ്ങനെ 58-ാമത്തെ സർഗം പറഞ്ഞതിന് ശേഷം 59-ാമത്തെ സർഗത്തിൽ പറയാണ്, ഈ ചണ്ടാളാവസ്ഥയെ പ്രാപിച്ചതായിട്ടുള്ള ഒരു ആശ്രയവുമില്ലാത്തതായിട്ടുള്ള ഒരു നിരാശ കലർന്നതായിട്ടുള്ള ഈ വാക്കുകൾ അത് വല്ലാത്തൊരു വിഷമമുണ്ടായി ഈ വിശ്വാമിത്രന് കേട്ട് കഴിഞ്ഞപ്പോൾ. ഒരാളിങ്ങനെ ദുഃഖിക്കേ, അതും വസിഷ്ഠൻ കാരനാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, വത്സ ഇക്ഷ്വാകു വംശജനല്ലേ അങ്ങ്, അങ്ങേക്ക് എൻ്റെ അടുത്തേക്ക് എപ്പോഴും വരാം. എന്നുവെച്ചാൽ സ്വാഗതം എന്നാണ് പറഞ്ഞത്, വാക്കതാ. പക്ഷെ അതല്ല, എന്നെ ആശ്രയിച്ചോളൂ എന്നർത്ഥത്തിലാണ്. പരമധർമ്മതൽപരനാണ് ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച എല്ലാവരും, അങ്ങും അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ എന്താ അങ്ങേക്ക് ശരണം തരണു. വിശ്വാമിത്രൻ ഒരു ഉറപ്പിച്ച് പറയുക, ദൃഢനിശ്ചയം. അതുകൊണ്ട് പേടിക്കണ്ട. പുണ്യകർമാക്കളായിട്ടുള്ള എല്ലാ മഹർഷിമാരെയും യജ്ഞസഹായികളാക്കാൻ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ഞാൻ അവരെ ആഹ്വാനം ചെയ്യാം. മന്ത്രത്തെ കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളാം. അങ്ങ് നിർഭയനായിട്ടിരുന്നോളൂ. ഗുരുശാപം ആണല്ലോ ഇപ്പോൾ പ്രശ്നം. ഇത് അങ്ങയെ ബാധിക്കാത്ത രീതിയിൽ അങ്ങയുടെ ശരീരത്തോട് കൂടിയിട്ട്, ഇതേ ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാം. അപ്പോൾ നരാധിപനായിട്ടുള്ള അങ്ങ് കൗശികനെ ശരണം പ്രാപിച്ചതോടെ സ്വർഗം അങ്ങേക്ക് കൈവന്നു എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. വിശ്വാമിത്രൻ ത്രിശങ്കുവിനോട് പറയുകയാണ്. അതായത് അത്ര ഉറപ്പാണ്. അങ്ങനെയൊക്കെ എളുപ്പമല്ല. അങ്ങനെ ഒരാൾക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങോട്ട് വന്നിട്ട് ഈ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ ലജ്ജിക്കുകയുണ്ടായതേ. ഇങ്ങനെ കിട്ടിയതായിട്ടുള്ള ഈ വരം അതെനിക്ക് നീ വേണ്ട, അത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാം. എനിക്ക് അതിനേക്കാൾ വലിയ വരം കിട്ടണം, അതിന് ഞാൻ ആദ്യം തപസ് ചെയ്തോളാം. ഇതാണ് കഴിവില്ലായിട്ടല്ല, വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യാനുള്ള, ആർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാനുള്ള കഴിവിപ്പുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഈ ഉടലോടെ സ്വർഗത്തിലെത്തിക്കാൻ ഈ കഴിവേ ഉണ്ടു, നിസ്സാര. അതിന് ഈ പുണ്യം അങ്ങോട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പുണ്യത്തെ ദാനം ചെയ്യണം. ആ പുണ്യത്തെ ദാനം ചെയ്യാൻ വിശ്വാമിത്രൻ തയ്യാറായി. കാരണം ഇതുകൊണ്ട് കാര്യമില്ല. വസിഷ്ഠഗുരു എന്ന് പറയുമ്പോൾ ബ്രഹ്മ പദവിയാണ്.
ബ്രഹ്മാവിൻ്റെ പദവിയല്ല, ബ്രാഹ്മണ്യം അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുകയാണ്. മഹാവിഷ്ണു പോലും ബ്രാഹ്മണരെ നമസ്കരിക്കുകയാണ്. ആ പദവിയിൽ രാജർഷി എത്തില്ല. അപ്പോൾ അത് വേണം. അതിനു വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേടിയത് മുഴുവൻ ഒരു രാജാവിനെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് അവിടുത്തെ നിശ്ചയദാർഢ്യം. അപ്പോൾ വിശ്വാമിത്രനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് അവരോട് വിശ്വാമിത്ര പ്രകാരത്തിൽ പറയുകയാണ്, വസിഷ്ഠ പുത്രന്മാരുൾപ്പെടെ എല്ലാ ഋഷിമാരെയും എൻ്റെ ആജ്ഞ അനുസരിച്ച് അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നോളൂ. ത്രിശങ്കുവിനോട് പറയാണ്, അങ്ങ് പരിഭ്രമിക്കണ്ട, അവരോട് ചെന്ന് പറയൂ, വിശ്വാമിത്രൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ. അതാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഋത്തിക്കുകൾ അങ്ങനെ പ്രത്യേകം വേണം. 7 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഹോതാക്കളുടെ അധ്യക്ഷന്മാരുണ്ട്. അധ്വർയു ബ്രഹ്മൻ എന്നൊക്കെ പറഞ്ഞിട്ടേ, ഹോതാവ്, അധ്വർയു, ബ്രഹ്മൻ. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം 7 കൂട്ടരുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ ഈ സദസ്യർ ഒരുപാട് വേണം. ഹോമിക്കാൻ, ഹോമാദി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചാൽ അനവധി ആൾക്കാർ വേണം. അപ്പോൾ അവരൊക്കെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നോളൂ. എൻ്റെ വാക്കുകളെ അനാദരിക്കുകയാണ് ആരെങ്കിലും ചെയ്തത് എങ്കിൽ അത് എന്നോട് പറഞ്ഞോളൂ. എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത് മുഴുവൻ പറയണം. അപ്പോൾ ആ കാര്യങ്ങളെ ഓരോ ബ്രാഹ്മണനും എങ്ങനെയാണ് എൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷിക്കാൻ കൂട്ടിയാൽ പറ്റും കേട്ടോ, ശിക്ഷിക്കണമെന്നില്ല, ശിക്ഷിക്കാൻ കൂട്ടിയാൽ പറ്റും ഈ വിശ്വാമിത്രനെ. അപ്പോൾ എല്ലാ ദേശത്തിലേക്കും ആൾ പോയിന്ന, അല്ലെങ്കിൽ എല്ലാ ദേശത്തു നിന്നും ആൾക്കാരെ കൊണ്ടുവരാനുള്ള, ഈ ബ്രാഹ്മണരെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ശിഷ്യന്മാർ, വസിഷ്ഠൻ്റെ ശിഷ്യന്മാർ, അതേപോലെ ജ്വലിക്കുന്ന തേജസ്സുള്ള അനവധി ആൾക്കാർ, അതേപോലെ ഈ വിശ്വാമിത്രൻ്റേതായിട്ടുള്ള ഈ വാക്കുകളെ എല്ലാവരെയും അറിയിച്ചു. അത് പല ബ്രാഹ്മണരും ഒരേപോലെ ഇതേപോലെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്നതായിട്ടുള്ള ഈ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അനവധി ബ്രാഹ്മണർ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അതേപോലെ ഈ വസിഷ്ഠൻ്റെ പുത്രന്മാരായിട്ടുള്ള 100 പേർ ഒഴിച്ച്, വസിഷ്ഠനും ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ട് കേട്ടോ. വിശ്വാമിത്ര മഹർഷിയെ അങ്ങ് കേൾക്കണേ. ഈ ക്ഷത്രിയൻ യാചകനായിരുന്നിട്ട് അതിലും വിശേഷിച്ച് ചണ്ടാളൻ ചെയ്യുന്നതായിട്ടുള്ളൊരു യാഗം, അത് യജ്ഞത്തിൻ്റെ ഹവിസ്, ദേവ ഋഷികൾ എങ്ങനെയാണ് ഈ സദസ്സിൽ ആഹരിക്കുക, മഹാന്മാരായിട്ടുള്ള ഈ ബ്രാഹ്മണരെ ചണ്ടാള ഭോജനം ഭുജിച്ചിട്ട് എങ്ങനെ സ്വർഗത്തിലെത്തും, വിശ്വാമിത്രനാൽ പാലിക്കപ്പെട്ടവരാണ് എങ്കിൽ പോലും ഒരു ചോദ്യമാണ്. അപ്പോൾ അതൊരു വിഷയമാണ്. എങ്ങനെയത് അങ്ങനെയാണെങ്കിൽ അത് ദേവന്മാർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നിയമം തടസ്സാവില്ലേ? ശുദ്ധി ഉണ്ടാവുമോ? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നാണ്. കാരണം ക്രോധ സംരക്ത നയനഃ സരോഷം ഇതം അബ്രവീത്. അത് വസിഷ്ഠൻ പറയുകയാണ്, യത് ദൂഷയന്തി അതുഷ്ടം മാം തപ ഉഗ്രം സമാസ്ഥിതം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംശയത്തിന് ഉത്തരം പറയാണ്. അത് പ്രത്യേക എന്താ, അത് ഇങ്ങനെയുള്ള വാക്കുകളെ കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ്റെ കണ്ണ് ചോന്നു. ചൂട് എത്ര ചുണ്ടിയെടുത്ത് വെച്ചാൽ ശരിയ. വസിഷ്ഠന്മാരോട്, അതേപോലെ പുത്രന്മാരോട്, അതേപോലെ വസിഷ്ഠൻ്റെ വാക്ക് കേട്ടവരോട് ഒക്കെ എത്ര ചുണ്ടിയെടുത്തു എന്ന് ചോദിച്ചാൽ അത്രയും ചുണ്ടിയെടുത്തു. ഇങ്ങനെ ഉഗ്ര തപസ് ചെയ്തുകൊണ്ട് ഒരു ദോഷമില്ലാത്ത എന്നെ ദൂഷണം ചെയ്യുന്നു. നിങ്ങളെപ്പോലെയുള്ള ബ്രാഹ്മണർ, അങ്ങനെയുള്ള ഈ ബ്രാഹ്മണ്യമുള്ള നിങ്ങളെല്ലാവരും ചീത്ത ആളുകളായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭസ്മമായി തീരും, സംശയമില്ല. ഇപ്പോഴേ യമപുരിയിലേക്ക് പോയിക്കോളൂ. കാലപാശം നിങ്ങളെ കെട്ടിവരിഞ്ഞിരിക്കുന്നു. ഭസ്മീഭൂത ദുരാത്മാനോ ഭവിഷ്യന്തി ന സംശയ. അദ്യത്തെ കാലപാശേന നീത വൈവസ്വതക്ഷയം. ഇതിപ്പോൾ വൈവസ്വത മന്വന്തരത്തിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ മനുവിൻ്റെ ഈ കാലത്ത് ഇനിയും ജീവിക്കാൻ അർഹതയുള്ള നിങ്ങൾ കാലപാശം കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ മരിച്ചു പോയിക്കോളൂ, ഭസ്മായിക്കോളൂ. സപ്തജാതി ശതാന്യേവ മൃതപാ സംഭവന്തുതേ ശ്വമാംസ നിയത ആഹാര മുഷ്ടിക നാമ നിർഘൃണാഹ.
ഈ 700 ജന്മങ്ങളിൽ അവർ ശവന്തീനികളായിട്ട് തീരട്ടെ എന്നാണ്. വികൃതാശ വിരൂപാശ ലോകാൻ അനുചരന്തിമാൻ മഹോദയേശ ദുർബുദ്ധി മാം അദൂഷ്യം ഹി ദൂഷേത് ദൂഷിത സർവലോകേഷു നിഷാദത്വം ഗമിഷ്യതി പ്രാണാതിപാതനിരതോ നിരനുക്രോശതാം ഗതഃ ദീർഘകാലം മമ ക്രോധാത് ദുർഗതിം വർത്തയിഷ്യതി. ഏതാവതുക്ത്വാ വചനം വിശ്വാമിത്രോ മഹാതപാഃ വിരരാമ മഹാതേജ ഋഷിമധ്യേ മഹാമുനി. സപ്ത ജാതി ശതാന്യേവ മൃതപാഹ. ഇതാണ് ശാപം. എന്താ കഥ? 700 കൊല്ലേ, 700 ജന്മേ, വീണ്ടും വീണ്ടും ജനിക്കുക, എന്നിട്ടോ ശവന്തീനികളായിട്ട് നിങ്ങൾ മാറും. ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ടാണ്. ഈ വിശ്വാമിത്രനെ നിഷേധിച്ചു എന്നതാണ് കാരണം. ശപിച്ചു ബ്രാഹ്മണരെ. എന്നിട്ടോ നായയുടെ മാംസം തിന്നുന്നവരായിട്ട് ദുഷ്കൃതങ്ങൾ ചെയ്ത് ചണ്ടാളന്മാരായിട്ട് മാറട്ടെ, വിരൂപന്മാരായിട്ട് മാറട്ടെ, ക്രൂര സ്വഭാവങ്ങളായിട്ടുള്ള നിർഘൃണന്മാരായിട്ടുള്ള മാറട്ടെ. അതേപോലെ മുഷ്ടികർ, ചാനൂരൻ, മുഷ്ടികൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അങ്ങനെയുള്ള പേരോടെ അലഞ്ഞു തിരിയട്ടെ. ദുഷിക്കരുതാത്തവനായിട്ടുള്ള എന്നെ നിന്ദിച്ചതായിട്ടുള്ള ദുർബുദ്ധിയായിട്ടുള്ള ഈ മഹോദയനും സകല നാടുകളിലും നിഷാദത്വം പ്രാപിച്ച് നിന്ദകന്മാരായിട്ട് മാറും. പ്രാണിഹിംസയിൽ മുഴുകിയിട്ട് കഠിന പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ട് ഭവിക്കും. ഇങ്ങനെ വിശ്വാമിത്രൻ്റെ ഈ ക്രോധം അത് ദീർഘകാലം ഇങ്ങനെ ചീത്ത ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. ശാപാണ്. അസഹനീയെന്നൊന്നും പറഞ്ഞാൽ പോലെ അസഹനീയമായിട്ടുള്ള ശാപ. ഇങ്ങനെ ഒരു ശാപം കിട്ടുന്നുള്ള ആ ബ്രാഹ്മണർ വിചാരിച്ചിട്ടുണ്ടാവില്ല. മഹാശാപ. എന്നിട്ടോ ആ വിശ്വാമിത്രൻ പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഈ ത്രിശങ്കുവിനോട് പറയാണ്, അങ്ങ് പേടിക്കണ്ട, കാരണം ഇദ്ദേഹം ആദ്യം രാജാവാണല്ലോ. അപ്പോൾ രാജാക്കന്മാർക്ക് രക്ഷകനായിട്ട് ഞാനുണ്ട്. ഇതിപ്പോൾ വസിഷ്ഠൻ്റെ ഒരു ചീത്ത പ്രവൃത്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. വസിഷ്ഠനോടുള്ള ദേഷ്യ കാരണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് ഈ 59ാമത്തെ സർഗം അവസാനിപ്പിച്ചു. ഇനി 60ാമത്തെ സർഗത്തിൽ പറയാണ്, ഈ വസിഷ്ഠനെയും വസിഷ്ഠപുത്രരെയും തപോബലം കൊണ്ട് ഒന്നുമില്ലാത്തവരാക്കിയിട്ട് ഋഷിമധ്യത്തിൽ മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ വലിയ ഇതിനെ അനുകൂലിക്കുന്ന അനവധി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാണ്, ത്രിശങ്കു എന്നുള്ള പേരുള്ള ഈ ധർമ്മിഷ്ഠനായിട്ടുള്ള ദാനശീലനായിട്ടുള്ള ഇക്ഷ്വാകു വംശജൻ എന്നെ ശരണം പ്രാപിച്ചിരിക്കണു. സ്വന്തമായിട്ടുള്ള ഇതേ ശരീരത്തോടു കൂടിയിട്ട് ദേവലോകത്തിലേക്ക് എത്തിക്കാനുള്ള ഇച്ഛ അദ്ദേഹത്തിനുണ്ട്, എനിക്കുണ്ട്. അദ്ദേഹത്തിന് സ്വശരീരത്തോടു കൂടിയിട്ട് ദേവലോകം പ്രാപിക്കാൻ എന്ത് യജ്ഞയാണോ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണോ ചെയ്യേണ്ടത്, എന്നോടൊപ്പം നിങ്ങളത് ചെയ്യണം. വിശ്വാമിത്രൻ്റെ ഒരു ആജ്ഞ പോലെയാണ്, ദൃഢനിശ്ചയമാണ്, തീരുമാനിച്ചിരിക്കണം, അതിനെ നടപ്പാക്കിയുണ്ട് ആ മട്ടായി. വിശ്വാമിത്രൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ധർമ്മജ്ഞനായിട്ടുള്ള മഹർഷിമാർ എല്ലാവരും ഒപ്പം ചേർന്നു. ധർമ്മബോധത്തോടു കൂടിയിട്ട് തമ്മിൽ പറഞ്ഞു, ഈ കുശിക വംശനായിട്ടുള്ള വിശ്വാമിത്രൻ കോപിഷ്ഠനാണ്. അദ്ദേഹം നിർദ്ദേശിച്ചത് എന്തോ അത് ഉടനെ ചെയ്തേ തീരൂ, സംശയമില്ല. ഇല്ലെങ്കിൽ ഇതേപോലെ 700 ജന്മം, 700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്നുള്ള കണക്കില്ല, 1000 വേണ്ടി വന്നില്ല എന്ന് പറ്റിയേ ഉള്ളൂ. വളരെ മോശമാണ്. അപ്പം അങ്ങനെയൊന്നും വയ്യ. അപ്പം അതുകൊണ്ട് ഭഗവത് തുല്യനാണ്, രാജർഷിയാണല്ലോ, രാജർഷി ഈശ്വര തുല്യൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ അദ്ദേഹം അഗ്നി കൽപ്പനാണെന്ന് വെച്ചാൽ ബ്രഹ്മാവസ്ഥയിലാണ്. രോഷം വന്നു കഴിഞ്ഞാൽ ശാപം ഉണ്ടാവും. അഗ്നിയിൽ ചാമ്പലാവേണ്ടി വരും, രോഷാഗ്നിയിൽ. അപ്പം അത് വേണ്ട. യജ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സഹകരിക്കുക, എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ എല്ലാം ചെയ്യാം. ത്രിശങ്കുവിന് ശരീരത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള വിശ്വാമിത്രൻ്റെ ആ ആഗ്രഹത്തെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ എല്ലാവരും തമ്മിൽ തീരുമാനിച്ചു, ആ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. യജ്ഞത്തിൻ്റെ യാചകനായിട്ട് മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ അതിൻ്റെ ഏറ്റവും മുഖ്യ പുരോഹിതൻ എന്ന നിലയ്ക്ക് അതിൻ്റെ ചുമതലയേറ്റു. അതേപോലെ മന്ത്രകോവിതരായിട്ടുള്ള ഋത്വിക്കുകൾ, ആനപൂർവി എന്ന് വെച്ചാൽ മുൻപിൻ ക്രമക്കാരം, അതിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇന്നയാൾ മുമ്പിലിരിക്കുക, ഇന്നയാൾ അതിൻ്റെ താഴെ ഇരിക്കുക, അതിൻ്റെ പിന്നിലിരിക്കുക, ഇങ്ങനെ ക്രമത്തിൽ ഒരു ക്രമമൊക്കെ ഉണ്ട്. അതിനനുസരിച്ചൊക്കെ എല്ലാവരും ഇരുന്നു. മന്ത്രങ്ങളെ ഉച്ചരിക്കുന്നത് അതേപോലെ കൽപ്പം എന്ന ശാസ്ത്രത്തിൽ എങ്ങനെയൊക്കെയാണോ നിയമമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് യഥാവിധി അവരാൽ ചെയ്യപ്പെട്ടു. അങ്ങനെ മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ വളരെ അധികം പണിപ്പെട്ടുകൊണ്ട്
ഈ ഹവിർഭാഗം സ്വീകരിക്കാനായിട്ട് എല്ലാ ദേവതകളെയും പുരോടാശം സ്വീകരിക്കാൻ അങ്ങനെയാണ് ഹവിസ് സ്വീകരിക്കൂ എന്ന് ദേവന്മാരെയൊക്കെ ആഹ്വാനം ചെയ്തു. അപ്പോൾ ദേവതമാരാരും വന്നു ചേർന്നില്ല. വസിഷ്ഠനെ പേടിച്ചത്. വസിഷ്ഠൻ ഗുരുവാണ് ദേവന്മാരുടെ. ആ ഗുരുവിനെ നിഷേധിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ സൗമ്യം ഇതൊക്കെ സ്വീകരിച്ചാലേ ഒക്കെ പ്രശ്നമാവും. ഹവിസ് സ്വീകരിച്ചാൽ പ്രശ്നമാവും. അപ്പോൾ പേടിച്ചിട്ട് ദേവന്മാരൊന്നും വന്നില്ല. അപ്പോൾ വിശ്വാമിത്രൻ്റെ ശുണ്ഠി കൂടി. ആ സ്രുവം കൊണ്ടാണ് ഇത് ഹോമിക്കുക. സ്രുവം അങ്ങോട്ട് ഉയർത്തി പിടിച്ചു. എന്നിട്ട് അത്യധികം ശുണ്ഠി എടുത്തുകൊണ്ട് ത്രിശങ്കുവിനോട് പറഞ്ഞു, നരേശ്വര, അങ്ങ് രാജാവേ, ഒട്ടും പേടിക്കണ്ട. ഞാൻ എൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയതായിട്ടുള്ള ഈ തപോഫലം ഉണ്ടല്ലോ, ആ വീര്യം, അത് കണ്ടോളൂ. ഇപ്പോൾ തന്നെ എൻ്റെ ഓജസ് കൊണ്ട് സ്വർഗത്തിലേക്ക് അങ്ങേ ഞാൻ മേപ്പെട്ട് കൊണ്ടുപോവാണ്. എളുപ്പം കിട്ടാൻ പറ്റാത്തതായിട്ടുള്ള ഈ സ്വർഗത്തിലേക്ക് അങ്ങ് ഇതേ ശരീരത്തോട് കൂടിയിട്ട് പോയിക്കോളൂ. എൻ്റെ നന്നായിട്ട് തപസ് ചെയ്തതായിട്ട് ഈ തപശക്തി അല്പമെങ്കിലും എന്നിലുണ്ടെങ്കിൽ അല്ലയോ മഹാരാജാവേ, അങ്ങ് അതിൻ്റെ ശക്തി കൊണ്ട് ഉടലോടെ സ്വർഗത്തിൽ എത്തുക തന്നെ ചെയ്യും. ഇങ്ങനെ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. രാജാവ് ശരീരനായിട്ട് ഈ രാമനോട് പറയാണ്, വിശ്വാമിത്രൻ പറയാ, ഇങ്ങനെ ഋഷികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ ആകാശത്തിലേക്ക് ഉയർന്നു. കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഈ ത്രിശങ്കുവിനെ കണ്ട് ഇന്ദ്രൻ അവിടെ ദേവന്മാരോട് എല്ലാവരോടും കൂടിയിട്ട് പറയുകയാണ്. ത്രിശങ്കുവോ, ദേവന്മാരൊക്കെ എല്ലാവരും ഉണ്ട്, ഒപ്പം ഇന്ദ്രനുണ്ട്. ത്രിശങ്കുവിനെ വന്നുകൊണ്ടിരിക്കുക സ്വർഗത്തിലേക്ക്. ത്രിശങ്കുവിനെ വിളിച്ച് പറഞ്ഞു, വേഗം മടങ്ങിപ്പോയിക്കോളൂ. സ്വർഗത്തിൽ കടക്കാനുള്ള അനുവാദം പോലും നിനക്കില്ല, പിന്നെ എങ്ങനെയാണ് വസിക്കുക? അപ്പോൾ അതുകൊണ്ട് ഗുരുശാപം കിട്ടിയതായിട്ടുള്ള മൂഢനാണ് നീ, തല കീഴ്പോട്ടായിട്ട് ഭൂമിയിലേക്ക് തന്നെ വീഴുക. ഈ പ്രകാരം ഇന്ദ്രൻ നിയമം പറഞ്ഞു. നിയമം പറയാച്ചാൽ അത് അതിന് തടസ്സം ഉണ്ടാവില്ല. ഇന്ദ്രനൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അതേപോലെ സംഭവിച്ചിരിക്കും. അപ്പോൾ ത്രിശങ്കു കടക്കാൻ പറ്റില്ലല്ലോ, തല കീഴായിട്ടാണ്, പിന്നെ തലയ്ക്ക് വരിക. രക്ഷിക്കണേ എന്ന് വിശ്വാമിത്രനോട് പറഞ്ഞു. വിശ്വാമിത്ര, ഞാൻ ഇതാ കുടുങ്ങി, എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല കേട്ടോ, അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഞാൻ തല തിരിച്ച് താഴേക്ക് വീഴാണ്. ഇങ്ങനെ നിലവിളിക്കണ കേട്ടപ്പോൾ ശുണ്ഠിയെടുത്തതായിട്ടുള്ള ഈ വിശ്വാമിത്രൻ പറഞ്ഞു, അവിടെ നിന്നോളൂ, നിൽക്ക്, ആജ്ഞയാണ്. അപ്പോൾ തടുത്തു എന്നർത്ഥം. താഴേക്ക് വീഴാൻ സ്വയമായിട്ട് നിൽക്കാൻ സാധിക്കില്ല ത്രിശങ്കുവിനെ. അപ്പോൾ തടുത്തു. അതിനുള്ള തപശക്തി കൊണ്ട് വിശ്വാമിത്രൻ അത് ചെയ്തു. ഇങ്ങനെ പ്രജാപതിയായിട്ടുള്ള വിശ്വാമിത്രൻ തൊട്ടുള്ള കുറേ ആൾക്കാരൊക്കെ പ്രജാപതി സ്ഥാനത്തും കൂടിയാണ്. വസിഷ്ഠൻ, മരീചിരത്തിൽ അങ്കിരസ പുലസ്ത്യ പുലഹ ക്രതു ഭൃഗുർ വസിഷ്ഠ, ഇവരൊക്കെ സ്വതേ പ്രജാപതിമാരാണ്. കശ്യപൻ തൊട്ടുള്ളവരൊക്കെ പ്രജാപതിമാരാണ്. അപ്പോൾ ആ പ്രജാപതി സ്ഥാനമുള്ള അദ്ദേഹം ശുണ്ഠി എടുത്തുകൊണ്ട് ദക്ഷിണ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള സപ്തർഷി മണ്ഡലത്തെ പ്രത്യേകമായിട്ടൊന്ന് സൃഷ്ടിച്ചു. മറ്റൊരു നക്ഷത്ര വംശത്തെ അദ്ദേഹം ഉണ്ടാക്കി, കൃത്രിമ സ്വർഗം ഉണ്ടാക്കി എന്നാണ്. അങ്ങനെ ക്രോധം അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഋഷിമധ്യത്തിൽ വെച്ച് മഹായശസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ദക്ഷിണ ദിക്കിനെ ആസ്പദമാക്കിയിട്ട് നക്ഷത്രവംശത്തെ സൃഷ്ടിച്ചിട്ട് മറ്റൊരു ഇന്ദ്രനെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇന്ദ്രന്മാർ പിന്നെയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ദ്രന് ആ സ്വർഗത്തിൽ സ്ഥാനമില്ല. ഇങ്ങനെ ഉറപ്പിച്ചങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇത് കേട്ടതോടു കൂടിയിട്ട് എല്ലാവർക്കും പരിഭ്രമായി. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, വിശ്വാമിത്രൻ കൃത്രിമമായിട്ട് സ്വർഗം സൃഷ്ടിക്കാൻ അങ്ങോട്ട് തുടങ്ങി, ഓരോന്നോരോന്നായിട്ട്. ഋഷിമാരൊക്കെ പേടിച്ചു, എല്ലാ ദേവന്മാരും പേടിച്ചു. ഇനി എന്ത് ചെയ്യും? ഈ മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്രനെ ഒന്ന് അനുനയിപ്പിച്ചിട്ടില്ല വെച്ചാൽ ഒക്കെ പ്രശ്നമാവും. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, അല്ലയോ മഹാത്മാവേ, ഈ ത്രിശങ്കുവിന് ഗുരുശാപമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ രക്ഷിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് കെടുതിയാണ് വേണ്ടത്. അതുകൊണ്ട് തപോധനനായിട്ടുള്ള അങ്ങ് ഈ ത്രിശങ്കുവിനെ ഇതേ ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് കയറ്റാൻ പാടില്ല, അതിന് അർഹതയില്ല. വിശ്വാമിത്രൻ ഈ ദേവന്മാരുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അവരോട് ഉറപ്പിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ത്രിശങ്കുവിന് സ്വർഗം ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അത് കൊടുക്കാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അത് അസത്യമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് സുഖം ഉണ്ടായിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. ശരീരത്തോടെ ത്രിശങ്കു ഇരിക്കുന്നതായിട്ടുള്ള ഈ സ്വർഗം, ഈ കൃത്രിമ സ്വർഗം, അത് ശാശ്വതമായിട്ട് നിലനിൽക്കും. ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ കൃത്രിമമായിട്ടുള്ള നക്ഷത്ര രാശികൾ, അതല്ലെങ്കിൽ സപ്തർഷി മണ്ഡലം,
അതല്ല വെച്ചാൽ സ്വർഗത്തിന് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അത് മുഴുവൻ എന്നും നിലനിൽക്കും. ഇദ്ദേഹം അവിടെ ഉണ്ടാവും. ഈ ത്രിശങ്കു അവിടെ വസിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ലോകം എത്ര കാലമാണോ ബ്രഹ്മാണ്ടം നിലനിൽക്കുന്നത് അത്രയും കാലം ഇത് സ്ഥിരമായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. അല്ലയോ ദേവന്മാരെ, ഇത് നിങ്ങൾ അനുവദിക്കണം. അനുവദിച്ചിട്ടില്ലെങ്കിൽ ഭീഷണിയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ദേവന്മാരൊക്കെ വിശ്വാമിത്രനോട് പറഞ്ഞു, എന്നാൽ ശരി, അപ്രകാരം തന്നെ ആവട്ടെ, അത് നിലനിന്നോട്ടെ, അങ്ങേക്കും നല്ലത് വരട്ടെ. ആകാശത്തിൽ ഈ വൈശ്വാനര പഥം എന്നൊരു പ്രത്യേക ഒരു ജ്യോതിശക്രം അങ്ങനെയുണ്ട്. അപ്പോൾ അത് ബ്രഹ്മാണ്ടത്തിൽ സ്വർഗത്തിൽ ഒരു ലേശം സ്വർഗത്തിൽ നിന്ന് പുറത്തായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയുള്ളൊരു നക്ഷത്ര സമൂഹമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ജ്വലിക്കുന്ന ഭാവത്തിൽ ഈ സ്വർഗത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും പ്രത്യേകമായിട്ട് ജ്വലിക്കുമാറാകട്ടെ, നിൽക്കട്ടെ, എന്ന് സ്ഥിരമായിട്ട് നിൽക്കട്ടെ. അതേപോലെ ദേവതുല്യനായിട്ട് ഈ ത്രിശങ്കു തലകീഴായി തന്നെ അവിടെ നിൽക്കട്ടെ. ഇതെല്ലാവരും അറിയട്ടെ, കാണട്ടെ, എന്നും ഓർമ്മയുണ്ടാവട്ടെ. നക്ഷത്രങ്ങൾ എപ്രകാരത്തിലാണോ അവരുടേതായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗസ്ത്യനൊക്കെ നക്ഷത്രമാണ്. അതേപോലെ ഈ അശ്വതി ഭരണി തൊട്ടുള്ളതൊക്കെ നക്ഷത്രങ്ങളാണ്. ഋഷിമാർ, പ്രജാപതിമാർ, അതേപോലെ സൂര്യൻ തൊട്ടുള്ള ഈ ഗ്രഹനാഥന്മാർ, നവഗ്രഹങ്ങളൊക്കെ നക്ഷത്രങ്ങളായിട്ടാണ് കാണുക. അപ്പോൾ നക്ഷത്ര പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഓരോന്നുണ്ട്. ആ കൂട്ടത്തിൽ മറ്റൊരു നക്ഷത്രമായിട്ട് ത്രിശങ്കു അവിടെ തലകീഴായിട്ട് നിൽക്കട്ടെ. നിങ്ങൾ ചെയ്തതായിട്ട് എല്ലാ പ്രവൃത്തികളും കൃതാർത്ഥതയോട് കൂടിയിട്ട് എന്നും എല്ലാവരും അനുഭവിക്കട്ടെ, കാണുക, അതിൻ്റെ ഫലത്തെ മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെ ധർമാത്മാവായിട്ടുള്ള വിശ്വാമിത്രനെ എല്ലാ ദേവന്മാരും ഒരേപോലെ അനുകൂലിച്ച് സ്തുതിച്ചു, കാര്യം നടത്തി കൊടുക്കുകയും ചെയ്തു. പരം അനുഗ്രഹം, ഇതൊക്കെ അവരുടെ നിയമം. പാലകന്മാരാണ് അവരൊക്കെ. ദേവന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഋഷിമാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ വിശ്വാമിത്രനെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ അതെല്ലാം സംഭവിക്കപ്പെട്ടു. ഈ പ്രതിധ്വനി പോലെ എല്ലാവരുടെ ഉള്ളിലേക്കും അത് എത്തിയെന്ന് സാരം. അപ്പോൾ ചെറിയ വാക്കാണ്, വളരെ ഉറക്കെയല്ല പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ആ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു. അപ്പോൾ ത്രിമൂർത്തികളടക്കം അത് കേട്ടു, മഹാദേവി അടക്കം അമ്മ കേട്ടു. അപ്പം ഇങ്ങനെ വിശ്വാമിത്രൻ്റെ ഈ യാഗം പൂർത്തിയാക്കി ഋഷിമാരെല്ലാവരും മടങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൂലത്തിലില്ലാത്തതാണ്. ആ വിശദീകരണം അങ്ങനെ തന്നെയാണ് വായിക്കാം. ആകാശത്തിൻ്റെ ദക്ഷിണാർത്ഥത്തിൽ അനിഴ നക്ഷത്രങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറായിട്ട് 4 നക്ഷത്രങ്ങൾ, അതിന് മുകളിലുള്ള 2 നക്ഷത്രങ്ങൾ, അതിന് ശേഷം 6 നക്ഷത്രങ്ങൾ, പിന്നെ മനുഷ്യൻ കാല് പരത്തി തലകീഴായിട്ട് തൊങ്ങിക്കിടക്കുന്ന ആകൃതിയോട് കൂടിയിട്ട് ഈ ത്രിശങ്കുവിനെ അങ്ങനെ ഒരു നക്ഷത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ, വാനനിരീക്ഷണം ചെയ്യുന്നവർ ഇതിനെ ആ ദിക്കിനെ കാണിക്കുന്ന അവിടെ ശംഖു എന്ന് വെച്ചാൽ സൂചി, ശംഖു എന്ന് പറഞ്ഞാൽ മുഴ എന്നാണ് ശരിക്ക്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അതിന് പേരിട്ടിറക്കുന്നത്. ധ്രുവത്തെ ചൂണ്ടിക്കാണിക്കുന്ന 3 മുഴകളായിട്ട് കാണാൻ സാധിക്കും എന്നാണ് ധ്രുവനക്ഷത്രം. ആ ധ്രുവനക്ഷത്രത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് ഈ മനുഷ്യരൂപത്തിലുള്ള ഈ നക്ഷത്രത്തിൻ്റെ 3 മുഴകൾ, അതിന് 3 കുറ്റികളായിട്ട് 3 സൂചികളായിട്ട് കാണിച്ചു. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്നതായിട്ട് പ്രഭയുള്ള ഒരു നക്ഷത്രം, അത് വിശ്വാമിത്രൻ, സെൻറ്റോറസ് എന്നൊക്കെയാണ് അതിൻ്റെ പേര് പറഞ്ഞത്. ഇംഗ്ലീഷിൽ എഴുതിയതിൽ വിശ്വാമിത്രൻ എന്നറിയപ്പെടുന്നു. ഈ അർദ്ധഗോളാകൃതിയിൽ നിൽക്കുന്ന വടക്ക് ഭാഗത്ത് നിൽക്കുന്ന ഗ്രേറ്റ് ബെയർ എന്ന സപ്തർഷി മണ്ഡലം, അവിടെ വിശ്വാമിത്രൻ്റെ വടക്ക് ദിക്കിലെ അതിൻ്റെ വടക്ക് ദിക്കിലായിട്ടാണ് ഈ വിശ്വാമിത്രൻ നിൽക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനമായിട്ടുള്ള ഒരു കൃത്രിമ സ്വർഗത്തെ അവിടെ കാണിച്ചു എന്നാണ്. ഇന്നും നമുക്ക് വാനനിരീക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ കൃത്രിമ സ്വർഗവും വിശ്വാമിത്രനും സപ്തർഷി മണ്ഡലവും ഈ ത്രിശങ്കു എന്ന നക്ഷത്രവും. അത് മനുഷ്യരൂപത്തിലാണ്, തല കീഴായിട്ടാണ് നിൽക്കുന്നത്. ഈ 3 മുഴകൾ ഇപ്പോഴും അത് ധ്രുവത്തിൻ്റെ മീതെ മറ്റേ ഭഗവാന്റെ സ്ഥാനമാണ്. അപ്പോൾ ആ ധ്രുവനക്ഷത്രത്തിനെ ചൂണ്ടിക്കൊണ്ട് ഇനി അവിടേക്കാണ് എനിക്ക് പോകേണ്ടത്, അവിടുന്ന് അപ്പുറത്തേക്കാണ് എനിക്ക് കടക്കേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഈ ത്രിശങ്കു എന്ന ജീവൻ അത്
അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മപദവിയിലേക്ക് മണിദ്വീപത്തിലേക്ക് എത്തി എന്ന് ദേവി ഭാഗവതം. അതേപോലെ വൈഷ്ണവായാലും ശൈവമായാലും അത് ഭഗവാങ്കൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നുണ്ട്. ശുദ്ധമനസ്കനാണ്, സത്യവ്രതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില കഴിവുകളും ഒക്കെ ഉണ്ട്. രാജാവ് എന്നുള്ള നിലയ്ക്ക് പലതും ചെയ്തിട്ടുണ്ട്. കുറേ പാപങ്ങളുണ്ടായതൊക്കെ തീർന്നു എന്നേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അനുഭവിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പിന്നീട് രക്ഷപ്പെട്ടു, ആ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇതെല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് നക്ഷത്രമായിട്ട് ആകാശത്ത് ഖേടപദവി, അത് ഇന്നും അവിടെ ആ ഖേടപദവിയിൽ ഈ ത്രിശങ്കുവും വിശ്വാമിത്രനും ഒക്കെ ഉണ്ടെന്നാണ്. അതിനെ വാനനിരീക്ഷകരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുരാണവും രാമായണവും ഒക്കെ ഇഹ ഇതി ആസം എന്നാണ്. ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ തെളിവുണ്ട്. ഇത് പാടില്ല, പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ സിലബസിൽ നിന്ന് അല്ലെങ്കിൽ ഇത് പഠനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള നമ്മുടെ തൊട്ട് മുന്നത്തെ പൂർവികർ 100 കൊല്ലമായിട്ടില്ല. അപ്പോൾ അവർ ചെയ്തത് എത്ര വലിയ തെറ്റാന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ നമ്മൾ അറിയണം. പുരാണത്തിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എല്ലാവരും കേൾക്കണം. മലയാളത്തിലാണല്ലോ പറയണത്. പ്രമാണമുണ്ട്. വാൽമീകി രാമായണം മൂലം വായിക്കുക, അതിൻ്റെ വ്യാഖ്യാനം വായിക്കുക, അത്രയേ ഉള്ളൂ. പ്രമാണത്തോട് കൂടിയിട്ടാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് സംശയിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ വാൽമീകി രാമായണം നിഷേധിക്കണം. അതിപ്പോൾ എന്തായാലും കുട്ടി എളുപ്പമല്ല. ഈ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം, നക്ഷത്ര രാശികൾ നിലനിൽക്കുന്ന കാലത്തോളം രാമായണം ഉണ്ടാവും. അതിൽ പറഞ്ഞ പ്രമാണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ നിഷേധിക്കരുത് ആരും. നമ്മൾ നേടുന്നതായിട്ടുള്ള ഈ അറിവുകളൊക്കെ പ്രമാണത്തോടു കൂടിയതാണ്. അതിനെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ആധുനിക ശാസ്ത്രം വരെ അതാണ് ഉപയോഗിക്കുന്നത്. മഹാശാസ്ത്രജ്ഞന്മാർ, അതിപ്പോൾ മറ്റ് ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നവർ, ചന്ദ്രനായാലും ശരി, സൂര്യനായാലും ശരി, ചൊവ്വയായാലും ശരി, നമ്മൾ നിരീക്ഷിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പ്ലൂട്ടോ നക്ഷത്രം അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോത്തിനും ഓരോ പദവിയുണ്ട്. അതെല്ലാം ഈ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാതെ കണ്ട് അന്ന് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഈശ്വരന്മാരാൽ പറയപ്പെട്ടുകൊണ്ട്, ഋഷിമാരാൽ അത് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ഗ്രന്ഥത്തിൽ എഴുതി തന്നതാണ്. ഭഗവാൻ തന്നെ എഴുതി തന്നതാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കണം. എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ട് ഒരു അധ്യായം വായിപ്പിക്കുക. പുരാണങ്ങളെ പഠിക്കുന്നത് നിഷേധിക്കരുത്, സംസ്കൃതം പഠിക്കുന്നത് നിഷേധിക്കരുത്. അത് നമ്മൾ വേണം ഏറ്റെടുക്കാനായിട്ട്, നമ്മുടെ കുട്ടികൾ വേണം ഏറ്റെടുക്കാനായിട്ട്. അത് ഇംഗ്ലീഷിൽ പഠിച്ചോളൂ. സംസ്കൃതവും ഇംഗ്ലീഷും കൂടിയിട്ടുള്ള പരിഭാഷകളുണ്ട്, അത് പഠിച്ചോളൂ. അത് എവിടെയാണെന്ന് വെച്ചാൽ അത് തേടി പിടിക്കൂ. അതല്ലെങ്കിൽ ഏത് ഭാഷയിലാച്ചാൽ അത്, എത്ര ഭാഷ ഉണ്ട്, അനവധി ഭാഷ ഉണ്ട്. എത്ര ഭാഷയുള്ളത് ചോദിച്ചാൽ 1000 ഒക്കെ ഉണ്ടാവും. എത്ര ആയിക്കോട്ടെ, കാര്യം പഠിക്കുക വേണ്ട. അതല്ലാതെ കണ്ട് ഈ കാര്യം നിഷേധം ചെയ്യുകയല്ല വേണ്ടത്. മുഴുവൻ അതൊരു സർവവ്യാപിത്വം എന്നുള്ളൊരു വിഷ്ണു എന്നുള്ളൊരു അവസ്ഥയുണ്ട്, വിശദീതി. അപ്പോൾ ഈ അറിവുകളൊക്കെ നമ്മൾ സ്വയം സ്വാംശീകരിക്കണം. കുറച്ചറിവുണ്ടായിട്ട് ബാക്കിയുള്ളതിനൊക്കെ നിഷേധിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യൻ്റെ. അത് ചെയ്യാൻ പാടില്ല. ആ കുറച്ചറിവ് തെറ്റ് എന്നല്ല പറഞ്ഞത്, ആ കുറച്ചറിവും ശരിയാണ്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പഴച്ചു. ബാക്കി അറിവുകളൊക്കെ കിടക്കുകയാണ്. ഇതിപ്പോൾ രാമായണത്തിൻ്റെ ഒരു വാല് പോലും ആയിട്ടില്ല. ഇനി എത്ര ഉണ്ട് കിടക്കണോ? അങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങൾ എത്രയുണ്ട്? അത് ഭാരതത്തിലുമുണ്ട്, രാമായണത്തിലുമുണ്ട്, മറ്റ് പുരാണങ്ങളിലുമുണ്ട്, ഇതിഹാസങ്ങളിലുണ്ട്, ശാസ്ത്രഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. മനുഷ്യൻ്റേതായിട്ടുള്ള ശരീരത്തിൽ, തിര്യജാതികളുടെ ശരീരത്തിൽ, സസ്യങ്ങളുടെ ശരീരത്തിൽ, പ്രാണിവർഗങ്ങളുടെ ശരീരത്തിൽ, ഈ അമീബ തൊട്ടുള്ളതൊക്കെ പലതും നമ്മുടെ പുരാണത്തിലുണ്ട്. അതിൽ നിന്ന് കണ്ടുപിടിച്ചതേ ഇന്ന് ലോകത്തിലുള്ളൂ. അതിൻ്റെ ശാസ്ത്രീയം എന്ന നിലയ്ക്ക് കുറച്ച് ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ചേർത്തുണ്ടാവും, അത്രയേ ഉള്ളൂ. അതിനെ ഇന്ന രീതിയിൽ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനെ വിറ്റ് കാശാക്കണം, മരുന്നായിട്ടും മറ്റു പലതായിട്ടും. ഇവർ കാശാക്കിയില്ല, അത്രേ വ്യത്യാസമുള്ളൂ. പാറ്റൻ്റ് എടുത്തില്ല വ്യാസനും വാൽമീകിയൊന്നും. ആ പാറ്റന് നമുക്ക് അർഹതയുണ്ട്, അത്രയേ ഉള്ളൂ. ഭാരതീയർക്ക് അർഹതയുണ്ട്. ഈശ്വരൻ എന്ന ഭാസ്, ആ ഭാസിൽ രതി ഉള്ളവർ, ഈശ്വരനാകുന്ന ഈ പ്രകാശത്തിൽ രതി ഉള്ളവരാണ് ഭാരതീയർ. അപ്പോൾ ഈ പുരാണങ്ങളൊക്കെ ആ പ്രകാശത്തിനെയാണ്, തേജസ്സിനെയാണ്, ആ ഭാവത്തെയാണ് അറിയുന്നത്. അതാണ്
ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ അതിനെ നിഷേധിക്കുന്നവരാണ് നാസ്തികന്മാർ. അപ്പോൾ ആ നാസ്തിക മതത്തിൽ പെട്ടുപോകരുത്. നമ്മൾ എല്ലാ ദിവസവും നമ്മളും കുട്ടികളും പുരാണത്തെ, ഇതിഹാസത്തെ ഒരു അധ്യായമെങ്കിലും, ഒരു പേജോ ഒരു അധ്യായമോ എത്രയോ പറ്റുക അത്ര കുറച്ച് സമയമെങ്കിലും അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അത് പരസ്പരം ചർച്ച ചെയ്യുക. കുറച്ച് സമയം, ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ. പഠിക്കുക, ആഘോഷിക്കുക, കളിക്കുക ഒക്കെ ആവാം, എല്ലാം വേണം. അത് ഒരു ശുദ്ധീകരണം ജീവന് സംഭവിക്കും. അത് സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാലക്കാർ സമർപ്പിക്കുന്നു. ഇപ്പോൾ 60ാമത്തെ സർഗമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 20ാമത്തെ ഭാഗമാണ്. ഇനി 21ാമത്തെ ഭാഗം നാളെ പറയാം. സർവത്ര ശ്രീരാമനാമ കീർത്തനം. ജയ ജയ രാമ രാമ. ശ്രീഹരേ ഗുരുവായൂരപ്പ. നാരായണ നാരായണ.